ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ പറയുന്നുണ്ട് കാർത്തിക അടുത്ത് മോൾ എന്തായാലും നാളെ കോടതിയിലേക്ക് വരണ്ട, അതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ വരാൻ പോണില്ല. അച്ഛൻ്റെ ആദ്യ ഭാരം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഉണ്ടല്ലോ, എനിക്കവരെ കാണുന്നതേ ഇഷ്ടമല്ല എന്ന് പറയാണ്. എന്തായാലും മോള് വരാതിരിക്കണേ നല്ലത്. എന്തായാലും അമ്മക്ക് വല്ലത് വിഷമമാണ് അച്ഛ, അതുകൊണ്ട് അമ്മ ഇപ്പോൾ വീഡിയോ കോളിൽ പോലും വരുന്നില്ല, ഏത് നേരവും കരച്ചിലാണ്. അതുകൊണ്ട് അവിടെ ആ ചെന്നൈയിലെ കണക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ നോക്കേണ്ടി വന്നത്. മോൾ അമ്മയടുത്ത് പറയണം, വിഷമിക്കരുത് കരയരുതെന്നൊക്കെ. എനിക്ക് അമ്മയുടെ രൂപം പോലും അറിയില്ലല്ലോ, എന്നാലും അച്ഛൻ മനസ്സിലൊരു രൂപം സങ്കല്പിക്കണില്ലേ എന്ന് പറയാണ്. അങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ ജയിലിലെങ്ങനെ പോകേണ്ടി വന്നാൽ കല്യാണം ഇനി നീളോലോ അച്ഛ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല മോളെ, ജയിലിലൊന്നും പോകേണ്ടി വരില്ല എന്ന് പറയാണ്. ശരി അച്ഛ, ഞാൻ അമ്മയടുത്ത് പറയാം. എന്തായാലും നാളെ നമ്മുടെ വക്കീൽ നല്ല വക്കീലായതുകൊണ്ട് തന്നെ കോടതിയിൽ ജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അച്ഛന. ശരി മോളെ, എന്നാൽ മോള് കിടന്നോ. ശരി എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ലക്ഷ്മി കോടതിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ വക്കീലിനോട് സംസാരിക്കുകയാണ്. വക്കീൽ പറയുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി നാടകമാണ് അമ്മയും മോളും കൂടി നടത്തുന്നത്. അപ്പോൾ വക്കീൽ ഏതാന്ന് ചോദിക്കുമ്പോഴേക്കും അവരുടെ വക്കീല കൈലാസനാഥാ. മനസ്സിലായി. വക്കീൽ നമ്മുടെ കൂടെ നാടകം കളിക്കാൻ കൂട്ടു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് നാടകം കളിക്കണത്. ശരിക്കും അവനെ കോടതി കൊണ്ടുവരണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല, അവനൊന്ന് വട്ടം കറക്കണം അതുമാത്രമായിരുന്നു. പക്ഷെ കോടതി വരെ എത്തി. എന്തായാലും അവനൊരു വട്ടം കറക്കാം, ഇത്രമാത്രം എല്ലാവരും ദ്രോഹിക്കുന്നവനല്ലേ. അത് ശരിയാ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് നമ്മുടെ പ്രകാശനും അമ്മയും വിക്രവും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരുവാട്ടോ. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് ദേച്ച അവരവിടെ നിൽക്കുന്നുണ്ട് ആ സ്ത്രീ എന്ന് പറയുമ്പോഴേക്കും. എന്നാലും ഇവർ കമ്പനി വന്നപ്പോൾ അച്ഛൻ്റെ ആദ്യം ഭയന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ അച്ഛാ. എടാ മോനെ അതിനെ പറയാൻ നിന്നതാടാ മോനെ, പിന്നീട് അത് നിന്നോട് എങ്ങനെ പറയണമെന്ന് ആലോചിച്ചിട്ടാണ് നിന്നത്. ശരി എന്ന് പറയാണ്. ആ സമയത്ത് അമ്മമ്മ പറയണം എടാ പ്രകാശ അവളുടെ കയ്യോ കാലോ പിടിച്ചിട്ട് ഒന്ന് ഒത്തുതീർപ്പിന് ശ്രമിക്കടാ, കാർത്തിക മോള് പറഞ്ഞത് ഓർമ്മയില്ലേ. ഞാൻ ശ്രമിക്കാമേ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാണ്. ലക്ഷ്മി എന്ന് പറയുമ്പോഴേക്കും എന്താ കാര്യം, അത് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നൂടെ ലക്ഷ്മി, ഒന്ന് ഒത്തുതീർപ്പിനെ ശ്രമിച്ചൂടെ. എന്തൊത്തുതീർപ്പ്, ഒരു ഒത്തുതീർപ്പും ഇല്ല എന്ന് പറയാണ്. മോളെ ലക്ഷ്മി എന്ന് അമ്മൂമ്മ വിളിക്കുമ്പോൾ മോളോ ആടെ മോള് എന്ത് മോള് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് 2 പേര് ചവിട്ടിക്കൂട്ടാനുള്ള ദേഷ്യമുണ്ട് എന്ന് പറയുമ്പോഴേക്കും പഴയ കാര്യങ്ങളൊക്കെ നീ മറക്ക് ലക്ഷ്മി, അതൊക്കെ കഴിഞ്ഞില്ലേ. ആര് പറഞ്ഞു കഴിഞ്ഞെന്ന്. 2 പേരും കൂടി മുങ്ങിയപ്പോൾ ഒരുപാട് ഞാൻ അന്വേഷിച്ചതാണ്, പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി എന്നിങ്ങനെ പറയാണ്. എന്തായാലും നിങ്ങൾക്കുള്ള പണി ഞാൻ കോടതി തന്നോളാം എന്ന് ലക്ഷ്മി പറയുമ്പോൾ തന്നെ അവിടേക്ക് അടുത്ത വണ്ടി വരുവാണ്. അത് കിരണിൻ്റെ വണ്ടിയാണ്. അതിൽ നിന്ന് കിരണും കല്യാണിയും നമ്മുടെ കല്യാണിൻ്റെ അമ്മ ദീപയും കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങണത്. അവരെ വിളിച്ചു പറ്റിയതായിരിക്കും നീയല്ലേ എന്ന് പ്രകാശൻ ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയണ്ട അതെ ഞാൻ വിളിച്ചിട്ട് തന്നെ അവർ വന്നത്, കേസിനൊരു ഗുമ്മൊക്കെ വേണ്ടേ, നമുക്ക് കാണാം കോടതിയിൽ കാണാം എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അകത്തേക്ക് പോകുവാണ്. അകത്തേക്ക് വാടാ മോനെ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ അമ്മൂമ്മനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പ്രകാശം പോകുമ്പോൾ ലക്ഷ്മിയും അതുപോലെ നമ്മുടെ ലക്ഷ്മി നോക്കുമ്പോഴേക്കും ദീപയും അതുപോലെ തന്നെ കിരണും കല്യാണിയും ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പം ലക്ഷ്മി പറയണ്ട ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടി വന്നത് അവൻ എന്ന് പറയാണ്. എന്നിട്ട് ആട്ടി വിട്ടു എന്ന് പറയാണ്. അത് എന്തായാലും നന്നായെന്ന് പറയണം. ഇപ്പോഴേ അവനെ ഈ എലിയുടെ അവസ്ഥയാ, പൂച്ചയുടെ മുമ്പിൽ പെട്ട എലിയുടെ അവസ്ഥ, എങ്ങോട്ട് തിരിയണമെന്ന് അറിയണ ഒരു മരണവെപ്രാളം, ആ അവസ്ഥയാ അവന്. വാ നമുക്ക് കോടതിയിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി കോടതിയിലേക്ക് പോകാണ്. അങ്ങനെ കോടതിയിൽ എല്ലാവരും നിരന്നങ്ങനെ ഇരിക്കുവാട്ടോ. ആ സമയത്ത് കോടതി കൂടാൻ വേണ്ടി തുടങ്ങുവാണ്. കോടതി ആദ്യം വിളിക്കുന്നത് ഭാനുമതിയും അമ്മേനെയാണ്. അപ്പോൾ ഭാനുമതിനെ വിളിക്കുമ്പോൾ ഭാനുമതി അയ്യോ അത് പറയുമ്പോഴേ വിക്രം പറയണ്ട അമ്മൂമ്മേനെ വിളിക്കണം. അമ്മ പോ എടാ മക്കളെ ഞാൻ എന്തോ പറയൂടാ, അതൊക്കെ എന്താ വെച്ചാൽ പറ കോടതിയിൽ പോ, ഞങ്ങളെല്ലാം പറഞ്ഞതല്ലേ പോ എന്ന് പറയാണ്. അങ്ങനെ അമ്മൂമ്മ കോടതിൻ്റെ പ്രതിക്കൂട്ടി കയറുവാണ്. നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് കയറുന്നുണ്ട്. ആ സമയത്ത് വക്കീൽ വരുന്നുണ്ട്. വക്കീലിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പുറത്തെ പ്രതിക്കൂട്ടിൽ നമ്മുടെ പ്രകാശനായിട്ട് നിർത്തിയിരിക്കുന്നത് അതാരാന്ന് നിങ്ങൾക്കറിയാവോ എന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ പിന്നെ അതെനിക്കറിയാം, അതെൻ്റെ മോൻ പ്രകാശനാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കാഴ്ചക്കും അതൊരു കുഴപ്പമില്ല, പക്ഷെ പ്രവൃത്തിയാണ് വിശ്വസിക്കാൻ പറ്റാത്ത നിങ്ങളുടെയൊക്കെ. പ്രവൃത്തിയോ, അത് ഞാൻ എന്ത് പ്രവൃത്തിയാണ് സർ ചെയ്തതെന്ന് പറയുമ്പോൾ അല്ല നിങ്ങളുടെ ശരിക്കുള്ള നാട് കേരളമാണോ തമിഴ്നാടാണോ, അത് എൻ്റെ അമ്മയുടെ നാട് കേരളമാണ്, പക്ഷെ അച്ഛൻ്റെ സ്ഥലം തമിഴ്നാടാണ് എന്ന് പറയാണോ. അങ്ങനെയാണോ, നിങ്ങളുടെ അച്ഛന് എത്ര മക്കളായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ ഞാനും കൂട്ടിയിട്ട് 3 ആയിരുന്നു, എൻ്റെ മോളിൽ 2 പെൺപിള്ളേരുണ്ടായിരുന്നേ. അതെയോ, എന്നിട്ട് ആ പെൺപിള്ളേരൊക്കെ ഇപ്പോൾ എവിടെ, അതും മരിച്ചുപോയി സാറേ എന്ന് പറയാണ്. മരിച്ചു പോയതാണോ അതോ കൊന്നതാണോ, അത് കൊന്നതാണോ മരിച്ചാണോ എന്ന് എനിക്കറിയില്ല സാറേ, ഞാൻ ജനിക്കണ മുമ്പുള്ള കാര്യമല്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വക്കീൽ പറയുന്നുണ്ട്
അല്ല പെൺമക്കളെ വെറുക്കുന്ന ഒരു അച്ഛനാണല്ലോ നിങ്ങളുടെ അച്ഛൻ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ എന്തോ ഒരു ഇതൊക്കെ ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പെൺമക്കളെ വെറുക്കുന്ന അച്ഛനുണ്ട്, അത് കൊന്നതാവാനുള്ള ചാൻസ് എന്ന് പറയുമ്പോഴേക്ക് അയ്യോ അതൊന്നും എനിക്ക് അറിയില്ല സാറേ, കൊന്നതാണോ മരിച്ചതാണോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് അമ്മ പറയുമ്പോൾ പ്രകാശൻ ഒന്ന് മിണ്ടോ തിരിയാമ്മ എന്ന് പറഞ്ഞ ആക്ഷൻ കാണിക്കുകയാണ്. അപ്പം ജഡ്ജി പറയുന്നുണ്ട് അതെ നിങ്ങളുടെ ആക്ഷനൊക്കെ കൈ വെച്ചോ, ഇവിടെ ആക്ഷനൊന്നും കാണിക്കാൻ പറ്റില്ല എന്ന് പ്രകാശിനോട് പറയാണ്. പ്രകാശൻ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുവാണ്. അതിനുശേഷം നമ്മുടെ വക്കീല് ചോദിക്കണ്ടല്ല പെൺമക്കളെ വെറുക്കാൻ കാരണം എന്താണ് എന്ന് പറയുമ്പോഴേക്കും അതോ ഞങ്ങളുടെ നാട്ടിലൊരു ആചാരം ഉണ്ടായിരുന്നു, പെൺപിള്ളേരെ ജനിച്ചതിന് കുലം മുടിയോന്ന്, പെൺപിള്ളേരെ കൊണ്ട് കാര്യമൊന്നുമില്ല എന്നൊരു നാട്ടു നടപ്പ് ഉണ്ടായിരുന്നേ. അപ്പൊ അങ്ങനത്തെ ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ ഭാനുമതിക്കും അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നോ? അല്ല എനിക്കങ്ങനെ സ്വഭാവമൊന്നുമില്ല, ഞാനൊരു പെണ്ണല്ലയോ, പിന്നെ എനിക്കങ്ങനെ ആ സ്വഭാവം വരാനാ. പക്ഷെ ആ നാട്ടിൽ ജനിച്ചോണ്ട് ആ ഒരു ചെറിയൊരു രീതി എനിക്കും ഉണ്ടായിരുന്നു. ഓ അപ്പൊ അങ്ങനെ നിങ്ങൾക്കും ഉണ്ടായിരുന്നല്ലേ, ശരി. അല്ല പ്രകാശൻ നിങ്ങൾക്ക് ഒറ്റ മോനാണോ ചോദിക്കുമ്പോ ആ എനിക്കൊരു മോനാണ് എന്ന് പറയാണ്. അല്ല പ്രകാശിന്റെ അച്ഛനോ? അത് അങ്ങനെ മരിച്ചുപോയി സാറേ. മരിച്ചുപോയോ? പ്രകാശൻ എത്ര വയസ്സുള്ളപ്പോഴാണ് അങ്ങനെ മരിച്ചത്? അവരൊരു 1.5 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് സാറേ എന്ന് പറയാണ്. മരിച്ചതാണോ അയാളെ കൊന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഭാനുമതി അമ്മ അയ്യോ മരിച്ചതാ സാറേ. അല്ല ഇനി വരെ തലക്കടിച്ചെങ്ങാനും കൊന്നതാന്ന് പറയാൻ പറ്റില്ലല്ലോ. അയ്യോ ഇല്ല സാറേ മരിച്ചതാണ് എന്ന് പറഞ്ഞിട്ടൊരു കള്ള നോട്ടമൊക്കെ ഇങ്ങനെ നോക്കുവാട്ടോ. അതിനുശേഷം നമ്മുടെ പ്രകാശനത്ത് ഇങ്ങനെ വക്കീല് ചോദിക്കണ്ടല്ല നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, പ്രകാശ് എന്ന് പറഞ്ഞ ഈ ആള് നേരത്തെ കടം കഴിച്ച ഒരു പെണ്ണാണ് ദേ അവിടെ ഇരിക്കുന്ന ലക്ഷ്മി, അല്ല അവരായിട്ടുള്ള ബന്ധത്തിൽ എന്താ സംഭവിച്ചത് എന്ന് അമ്മൂമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയണ്ട് അതോ ലക്ഷ്മിക്ക് അഹങ്കാരമായിരുന്നു, അഹങ്കാരം, പണത്തിന്റെ അഹങ്കാരം എന്ന് ചോദിക്കുമ്പോഴേക്കും അഹങ്കാരമോ? അതിന് അഹങ്കാരത്തിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ല സാറേ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ല അഹങ്കാരത്തിനെ കയ്യും കാലും വെച്ച് എന്നൊക്കെ. അതെ നിങ്ങൾ കാണാത്ത കാര്യം ഉണ്ടെന്ന് പറയാൻ നിൽക്കണ്ട എന്ന് പറയാണ്. അവളൊരു ഭയങ്കര സ്വഭാവമായിരുന്നു സാറേ, പണത്തിന്റെ ഒരു ഭയങ്കര അഹങ്കാരമായിരുന്നു അവൾക്ക് എന്ന് പറയാണ്. അതിനുശേഷം പറയണ്ട അവൾക്ക് അവൾ വീട്ടിലെ കല്യാണം കഴിച്ചപ്പോൾ അവൾക്ക് മാമന്റെ മക്കളും പിന്നെ എന്തോ ഫ്രണ്ട്സും കസിൻസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആണുങ്ങൾ കൂട്ടുകാരുണ്ടായിരുന്നു, അവരൊക്കെ ഇടയ്ക്കും നിനക്ക് വീട്ടിൽ വരുമായിരുന്നു സാറേ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ മൂത്ത മകളായിട്ടുള്ള ലക്ഷ്മി ഒരു ചീത്ത സ്വഭാവക്കാരിയാണെന്നാണോ? അങ്ങനെയൊക്കെ എന്തോ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ല സാറേ, കാണാത്ത കാര്യം പറയാൻ നിൽക്കരുത് എന്ന് വക്കീല് പറയുമ്പോ ഇത് പറയാണ്. അല്ല നിങ്ങളുടെ ആദ്യ മരുമകൻ ലക്ഷ്മി ഉണ്ടല്ലോ, അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചപ്പോ അവിടെ നിന്ന് മുങ്ങി ആ പെൺകുഞ്ഞ് ഓടെ കണ്ടിട്ട് മുങ്ങിയതാണല്ലോ നിങ്ങള്. അയ്യോ അല്ല സാറേ പിന്നെ എന്താ സംഭവിച്ചത്, അവള് ഉപേക്ഷിച്ച് പോയതാണ് സാറേ ഇവന് എന്ന് പറയാണ്. അതിനുശേഷം വക്കീലൊന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അമ്മമ്മേനെ. എന്നിട്ട് ചോദിക്കണ്ടേ അത് പോട്ടെ, അപ്പുറത്തിരിക്കണം നിങ്ങളുടെ രണ്ടാമത്തെ മരുമകളല്ലേ? അതെ ദീപ എന്ന് പറയാണ്. അല്ല അവരെന്ത് തെറ്റ് ചെയ്ത എന്ത് തെറ്റാ ചെയ്തെന്ന് ചോദിക്കുമ്പോ അവളുടെ സ്വഭാവം പറയണ്ട സാറേ, അവൾക്ക് രണ്ടാമത്തെ ഒരു പെൺകൊച്ചാണ് കല്യാണി. അവളെ വേറൊരു പണക്കാരനെ കല്യാണം കഴിച്ചു, ഒളിച്ചോടി കല്യാണം കഴിച്ചു. ആ പണക്കാരനെ കല്യാണം കഴിച്ചപ്പോ അവൾക്ക് സുഖജീവിതത്തിന് വേണ്ടി അവരുടെ കൂടെ പോയി. അത് മാത്രല്ല സാറേ ആ കിരൺ എന്ന് പറഞ്ഞത്, അതായത് കല്യാണിന്റെ ഭർത്താവ് കിരൺ എന്ന് പറഞ്ഞവനില്ലേ, അവന്റെ അച്ഛൻ ഒരാളുണ്ട്, അവന്റെ അച്ഛനും കൂടെ രഹസ്യബന്ധം ഉണ്ടായിരുന്നു ഇവൾക്ക്. ഓഹോ അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ 2 മരുമക്കൾക്കും ചീത്ത സ്വഭാവമാണെന്നാണോ എന്ന് ചോദിക്കുമ്പോ ഏറെക്കുറെയൊക്കെ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ദീപക്കാകെ ദേഷ്യപ്പെടട്ടെ, ലക്ഷ്മിക്കും ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വക്കീല് ചോദിക്കട്ടെ അല്ല അതുകൊണ്ടിട്ടാണ് നിങ്ങളുടെ മോൻ 3ാമത് കല്യാണം കഴിക്കാൻ പോണത് എന്ന് പറയുമ്പോഴേക്കും അയ്യോ എൻ്റെ മോന് 3ാമത് കല്യാണം കഴിക്കണത്തില്ല സാറേ, ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചേക്കണതെന്ന് അറിയാവോ, പെൺപിള്ളേരെ വെറുക്കരുത്, പെണ്ണുങ്ങളെ ഒരിക്കലും അറുക്കരുത്, പെണ്ണുങ്ങൾ പാവമാണ്, പെണ്ണുങ്ങളെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചതാണ് ഞാൻ എൻ്റെ മക്കളെ മരുമക്കളെയൊക്കെ അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ചേക്കണത്. അപ്പോൾ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യില്ല, എൻ്റെ മോൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അത് മനസ്സിലാക്കി എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നിൽക്കുന്നതാ ഒരു പെണ്ണ്. അപ്പൊ എൻ്റെ മോനും പ്രായമൊക്കെ ആയില്ലേ സാറേ, അവനും വയസ്സാകുമ്പോൾ കാലത്ത് ഒരു കൂട്ട് വേണ്ടേ, പിന്നെ ഞാനാണെങ്കിൽ ഇന്നോ നാളെയോ വെച്ച് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പൊ അവരുടെ ഒരു നിർബന്ധ പ്രകാരമാണ് എൻ്റെ മോൻ ഇപ്പൊ 3ാമത് വിവാഹം കഴിക്കാൻ പോണത് എന്ന് പറയണേ. അല്ല പെൺപിള്ളേരെ വെളുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ മോൻ, എന്നിട്ട് പെൺപിള്ളേരെ തന്നെ കല്യാണം കഴിക്കണു എന്ന് പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ പ്രകാശന മുഖം ഒന്ന് ചുളിയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തോട് കൂട്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.